അപ്പം നമ്മൾ നാളെ ഇനാഗുറേഷനാണ് ഗൈസ്. എനിക്കിപ്പോൾ നല്ല സന്തോഷമൊക്കെ ഉണ്ട്. ഐ എം സോ എക്സൈറ്റഡ് ആക്ച്വലി. ഞാൻ ആദ്യമായിട്ട് തുടങ്ങിയ ഈ ഒരു പ്രസ്ഥാനത്തെ കുറിച്ച് നിനക്ക് എന്താണ് പറയാനുള്ളത്? വളരെ സന്തോഷമുണ്ട്. ലീവ് എടുത്ത് വന്നേക്കണ ഇവളുടെ ഒരു ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കാര്യമല്ലേ. അപ്പൊ ഞങ്ങളില്ലാതെ എന്താ ആഘോഷം. ഞാൻ ഏറ്റവും കൂടുതൽ ഈ നിമിഷത്തിൽ ഞാൻ മിസ് ചെയ്യുന്നതും എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നതും എൻ്റെ ചേട്ടനാണ്, എൻ്റെ ചേട്ടായിയാണ്. ചേട്ടായി എൻ്റെ കൂടെ തന്നെ ഉണ്ടെന്ന് എനിക്ക് അറിയാം. ഇവിടെ എൻ്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. അപ്പോൾ ഭഗവാനെ അതാ ഗണപതിക്ക് വെച്ച പഴം എടുത്ത് തിന്നും നമ്മള്. ഗണപതി എന്തായാലും തിന്നുന്നു, മനുഷ്യന്മാരും. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വൃന്ദ അർജുൻ. ഫൈനലി മൈ ഡ്രീം അർജുൻ ആർട്ട് സ്റ്റുഡിയോൻ്റെ ഇനാഗുറേഷനാണ് നാളെ. അപ്പോൾ ആക്ച്വലി നമ്മൾ വലിയൊരു പരിപാടിയായിട്ടൊന്നുമല്ല, വളരെ ചെറിയ പരിപാടിയായിട്ട്, അതായത് നമ്മുടെ ഫാമിലിയും ഫ്രണ്ട്സും മാത്രമേ, ക്ലോസ് ഫ്രണ്ട്സും മാത്രമേ ഉള്ളൂ. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻറ്റീരിയർ ഡിസൈനിങ് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ടില്ല. കാരണം നമുക്കിപ്പോൾ എനിക്ക് തന്നതിന് ശേഷമാണ് നമ്മൾ ഒരു ഡിസൈനിങ് ഒക്കെ പ്ലാൻ ചെയ്തത്. അപ്പോൾ അതിന് കുറച്ച് സമയം വേണം. ബിക്കോസ് നമ്മളൊരു ഡിസൈനിങ് അത് കൺഫേം ചെയ്ത് പിന്നെ നമ്മുടെ ഡിസൈനറായിട്ട് സംസാരിച്ച് അപ്പോൾ അത് സെറ്റൊക്കെ ആക്കാൻ ഓഫ് കോഴ്സ് സമയം വേണമല്ലോ. അപ്പോൾ ഒരു 10-15 ദിവസം അതിന് വേണമെന്ന് ഡിസൈനർ പറഞ്ഞു. അപ്പോൾ ഡിസൈനറിനെ ഞാൻ പരിചയപ്പെടുത്തി തരാം കേട്ടോ. മഞ്ജു ആക്ച്വലി നമ്മൾക്ക് നമ്മുടെ വീഡിയോ കണ്ടിട്ട് പുള്ളിക്കാരത്തെ ടെക്സ്റ്റ് ചെയ്തതാണ്. ലൈക്ക് നമുക്കിങ്ങനെ ഇൻറ്റീരിയർ പുള്ളിക്കാരത്തേക്ക് ഇങ്ങനെ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട്. പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ല, കറക്റ്റ് ടൈമിനാണ് പുള്ളിക്കാരി നമ്മുടെ അടുത്തേക്ക് വന്നത്. ബിക്കോസ് ഞങ്ങൾ രണ്ടുപേരും എന്താ ചെയ്യണ്ടേ. കാരണം ഞാനിങ്ങനെ വിചാരിച്ചു നമുക്കിങ്ങനെ പെയിൻ്റൊക്കെ ചെയ്യാം, ഇവിടെ ഈ റിസപ്ഷൻ ഏരിയയിൽ ഞാനിങ്ങനെ പെയിൻ്റൊക്കെ ചെയ്യാം, അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചൊരു കാര്യമാണ്. പക്ഷേ പിന്നീട് മഞ്ജു കുറേ ഡിസൈൻസൊക്കെ പറഞ്ഞു തരുകയും ചെയ്തപ്പോൾ എനിക്ക് തോന്നി ഓക്കെ ഇങ്ങനെ വർക്ക് ചെയ്താൽ കൊള്ളാലോ എന്നുള്ളത്. പക്ഷേ എന്നാലും എവിടെയെങ്കിലും എൻ്റെ ഒരു കലാവിരുത് ചെയ്യണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് കേട്ടോ. പക്ഷെ അത് ഈ വളാക്കത്തില്ല. ഒന്നെങ്കിൽ അത് യൂട്യൂബോളോ, നമുക്ക് 3 മുറികളുണ്ടല്ലോ, റിസപ്ഷൻ ഉണ്ട്, യൂട്യൂബ് സ്റ്റുഡിയോ ഉണ്ട്, പിന്നെ ഡാൻസ് ഫ്ലോറും ഉണ്ട്. അപ്പോൾ ഈ 3 വാളുകളിൽ ഏതെങ്കിലും ഒരെണ്ണം സെറ്റാക്കാന്നാണ് ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. ആൻഡ് മഞ്ജു വന്നിട്ട് നമുക്കൊരു അടിപൊളിയായിട്ട്, എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടിട്ട് ഒരു നല്ലൊരു ഇൻറ്റീരിയർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് നമ്മുടെ ഡാൻസ് സ്റ്റുഡിയോ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മളതൊരു ഡാർക്ക് തീമിൽ സീലിങ് ബ്ലാക്ക് അടിച്ചിട്ട് ഫുള്ളൊരു എന്താ പറയുക, ഒരു ഗ്രേ കളറ് ഒരു വൈറ്റ് കോമ്പിനേഷൻ വന്നിട്ട് ദെൻ ഒരു അർജുൻ ആർട്സ് എന്ന് എഴുതിയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട്, നമുക്ക് റീലും വീഡിയോസൊക്കെ ചെയ്യാനുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട്, അങ്ങനത്തെ രീതിയിലാണ് സെറ്റപ്പ് ആക്കി തന്നേക്കുന്നത്. സോ അതിൻ്റെ പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആകെ ചെയ്തിട്ടുള്ളത് സീലിങ്ങിൻ്റെ ബ്ലാക്ക് അടിച്ചിട്ടുണ്ട്, പിന്നെ ആ ഗ്രേ പെയിൻറ്റും അടിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒരു 1 സിംഗിൾ കോട്ട് അടിച്ചിട്ടുള്ളൂ. ബാക്കി ഇനിയുള്ളത് നമുക്ക് ആ പണി കഴിഞ്ഞിട്ട് വേണം ബാക്കി ഫിനിഷിങ് വർക്കൊക്കെ ചെയ്യാൻ. അപ്പോൾ ഇതിന് മിനിമം 10-15 ദിവസം വേണം എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് നമുക്ക് അത്രയും ദിവസം നമുക്ക് ഡിലേ ആക്കാൻ പറ്റില്ലല്ലോ. കാരണം നമുക്കത് സ്റ്റാർട്ട് ചെയ്യണം എത്രയും വേഗം തന്നെ. ബിക്കോസ് നമ്മളങ്ങനെ പണിക്ക് വേണ്ടി നമ്മൾ ഒരുപാട് നാളിട്ട്, ബിക്കോസ് അത്രയും എൻക്വയറീസ് വരുന്നുണ്ട്. ഇപ്പോൾ കുട്ടികൾക്ക് നമുക്ക് ഒരു വശത്തെ കൂടെ ഡാൻസ് എന്തായാലും ക്ലാസ് സ്റ്റാർട്ട് ചെയ്താൽ മാത്രമാണല്ലോ ഈവൻ നമുക്കാണെന്നുണ്ടെങ്കിലും അതിൽ പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പുകൾ എടുക്കാൻ പറ്റുള്ളൂ. സോ അതുകൊണ്ട് നമ്മൾ പാരലലി ഇൻറ്റീരിയർ വർക്ക്സും പാരലലി ഡാൻസ് ക്ലാസ്സും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാനാണ് ആഗ്രഹം. അതാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. സോ ഫസ്റ്റ് അതിൻ്റെ സ്റ്റുഡിയോയുടെ ഇൻറ്റീരിയർ വർക്ക്സ് ചെയ്തിട്ട് നമ്മളിപ്പോൾ 10-ാം തീയതി നാളെ ഇനാഗുറേഷനാണ്. സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫാമിലിയും വളരെ ക്ലോസ് ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ. ദെൻ ഇൻറ്റീരിയർ എല്ലാം കഴിഞ്ഞ് അതിന് ശേഷം നമ്മളൊരു സ്റ്റുഡിയോ ലോഞ്ച് പാർട്ടി അങ്ങനെയൊക്കെ നടത്താമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ കാരണം നമ്മുടെ ഈ ഒരു ഫീൽഡിൽ ഇപ്പോൾ യൂട്യൂബ് ആണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെന്നുണ്ടെങ്കിലും കുറേ ഫ്രണ്ട്സ് ഉണ്ടല്ലോ. അപ്പോൾ അവരെയൊക്കെ കൂടെ വിളിച്ചിട്ട്, കാരണം നമ്മുടെ ഇടയിൽ എനിക്ക് തോന്നുന്ന ഒരു സ്റ്റുഡിയോ, ഡാൻസ് സ്റ്റുഡിയോ, ഇപ്പോൾ ഞാനത് വേറെ ആരെങ്കിലും കൊണ്ടോ, അപ്പോൾ പുതിയതായിട്ട് ഒരെണ്ണം കൊണ്ടുവരുമ്പോൾ എന്തായാലും അവരെയും കൂടെ ക്ഷണിച്ചിട്ട്, എൻ്റെ ജേണിയിൽ ഉണ്ടാവുന്ന ആൾക്കാരല്ലേ ഞാൻ കാണുന്നത്, എൻ്റെ കൊളീഗ്സ് ആണല്ലോ. അപ്പോൾ അവരെ എന്തായാലും വിളിച്ചിട്ട് വേണം നടത്തണം എന്ന് ആഗ്രഹമുണ്ട്. സോ എല്ലാം കഴിഞ്ഞിട്ട് വേണം ഇനി അവരെ വിളിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മുടെ ഈ ഒരു സ്റ്റുഡിയോൻ്റെ ലുക്ക് എന്താണെന്ന്. സോ നമ്മളിപ്പോൾ നല്ല പണിയുടെ ഇടയ്ക്കാണ്. ഇന്നാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ബ്രോഡ്വേയിലൊക്കെ ചുറ്റി അത്യാവശ്യം സാധനങ്ങളൊക്കെ നമ്മളില്ലേ വളരെ ചെറിയ ഫംഗ്ഷനായിട്ട് നടത്തുകയാണെങ്കിലില്ലേ സാധനങ്ങൾ വാങ്ങിക്കാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ മെനക്കെടണത്
മെനക്കെറണമെന്ന് മനസ്സിലായി. ഈവൻ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് ഇപ്പോൾ 11:30 സമയം. ആകെ ഇവിടെ ചെയ്തിട്ടുള്ളത് മറ്റേ പൂവിൻ്റെ തോരണം അത് വാങ്ങിച്ച ബ്രോഡ്വേന്ന്. അപ്പോൾ ഞാൻ അത് വാങ്ങിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓണത്തിൻ്റെ സമയം നമുക്ക് ഡാൻസ് വീഡിയോസും കൂടെ ചെയ്യാമല്ലോ അതൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഞാൻ അത് ചെയ്ത് പിന്നെ അവിടെ ഇപ്പോൾ ഞാൻ കാണിച്ചു തന്നില്ലേ, അത് ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ബാക്ക്ഗ്രൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാ ഗൈസ് നാളെ ഇനാഗുറേഷന് ഹെൽപ്പ് ചെയ്യാൻ വന്ന റെസ്റ്റ് എടുക്കുന്നത് എന്ത് കാര്യത്തിന്? പാവം നമ്മുടെ ഭർത്താവ് സന്ദീപ് ഇവിടെ പൂവിടർത്തുന്നു ഗൈസ്. അപ്പം ഞാൻ തൂക്കാനായിട്ട് കുറച്ച് ഫേക്ക് ഫ്ലവേഴ്സ് വാങ്ങി. ഇത് ഞാൻ വാങ്ങിയതിൻ്റെ ഉദ്ദേശം അപ്പം ഇതെനിക്ക് ഡാൻസിന് യൂസ് ചെയ്യാമല്ലോ. അതായത് ഇത് നമുക്ക് തൂക്കാം. പിച്ചക്കാരിക്കോലാണ് ഗൈസ്, കാരണം ഓടി നടന്ന് പിച്ചക്കാരി കഴിഞ്ഞ്. ഇപ്പോൾ രാമോണ്ണും ചക്കൂപ്പം തന്നെ വരും. അപ്പോൾ നാളെയാണ് നമ്മുടെ ഇനാഗുറേഷൻ. അപ്പോൾ വളരെ ചെറിയ രീതിയിലാണ് നമ്മൾ നാളെ നടത്തുന്നത്. കാരണം നമ്മുടെ ഇൻറ്റീരിയർ പണികളൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ. ബിക്കോസ് പെയിൻ്റടി മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ബാക്കി ഡിസൈൻസ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം നമുക്കത് നടത്താനായിട്ട്. ഓക്കെ. പിന്നെ ഇനാഗുറേഷൻ നടത്തുന്നത് ഞാൻ തന്നെ ആയിരിക്കും. സ്വന്തമായിട്ട് ഇനാഗുറേഷൻ നടത്താണ് ഗൈസ്. അത് അവളും കൂടെ വരട്ടെ. സെലിബ്രിറ്റി ഉള്ളപ്പോൾ വേറെ ആൾ എന്തിന് പറയുന്നത്? യെസ്, വേറെ ആളുടെ ആവശ്യമില്ലല്ലോ. രാമൂട്ടനൊക്കെ വന്നു. സോ ഗൈസ്, നമ്മൾ ആ വാള് ചെയ്യാത്തത് കൊണ്ട് ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. അപ്പം നമ്മുടെ കയ്യിൽ ഓൾറെഡി ബ്ലാക്ക് കർട്ടൻസ് ഉണ്ട്. അപ്പം നമ്മൾ ആ ബ്ലാക്ക് കർട്ടൻസ് വെച്ചിട്ട് അവിടെ ഒന്ന് ഹൈഡ് ചെയ്യാൻ പോവാണ്. അപ്പം ഹൈഡ് ചെയ്യണതിൻ്റെ മെയിൻ ഉദ്ദേശം, ദൈവമേ കോല നോക്ക്, ഹൈഡ് ചെയ്യണതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് നമുക്കിവിടെ ഒരു വിൻഡോ ഉണ്ടായിരുന്നു. ആ വിൻഡോ നമ്മൾ ക്ലോസ് ചെയ്തു. എന്നിട്ട് ഇവിടെ നമ്മളൊരു പ്ലൈവുഡ് പോലത്തെ ഒരു സംഭവം, ഇതെന്ത് പറ്റി സിമെന്റാ എന്തോ സാധനം വെച്ച് അടച്ച്. അപ്പോൾ ഇതൊരു വൃത്തിയായിട്ടില്ലേ, ബിക്കോസ് നമ്മൾ ഇന്റീരിയർ ചെയ്തിട്ടില്ലല്ലോ. ഇപ്പോൾ നമ്മളിവിടെ പ്ലാൻ ചെയ്തേക്കുന്നത് ഒരു വാൾ സ്റ്റിക്കർ ഒട്ടിക്കാനാണ്. അപ്പോൾ വാൾ സ്റ്റിക്കർ ഒട്ടിക്കുന്നതിന് മുന്നേ നാളത്തെ ആ ഒരു ഫംഗ്ഷനിൽ വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു വൃത്തികേട് മറയ്ക്കാനായിട്ട് രാമൂട്ടൻ വേറെ എന്തോ ഒപ്പിക്കുന്നുണ്ട്. അല്ല, പണി എന്തൊക്കെയാന്ന് കാണിച്ചു കൊടുക്കണ്ടേ. അതാ ഗണപതിക്ക് വെച്ച പഴം എടുത്ത് തിന്നുന്നവള്. എന്തുവാടി ഗണപതി വല്ലതും കാണുന്നുണ്ടാ? ഗണപതി എന്തായാലും മനുഷ്യന്മാരെ പാവോടി. ഗണപതിയുടെ പാത്രത്തിൽ അപ്പം നമ്മൾ നാളെ ഇനാഗുറേഷൻ ആണ് ഗൈസ്. എനിക്കിപ്പോൾ നല്ല സന്തോഷമൊക്കെ ഉണ്ട്. ഐ എം സോ എക്സൈറ്റഡ് ആക്ച്വലി. ആൻഡ് അന്നത്തെ പോലെ തന്നെ ഐ എം ലിറ്റിൽ ബിറ്റ് നെർവസ്. വേറൊന്നുമല്ല, നമ്മളൊരു ജേണിയാണ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് എന്ത് കാര്യം ചെയ്യുമ്പോഴും നമുക്കൊരു ഒരു 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 ഉള്ളിൽ നിന്നൊരു സാധനം ഉണ്ടാവുമല്ലോ. ആൻഡ് അപ്പോൾ എൻക്വയറീസൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വരുന്നുണ്ട്. അത് ഓഫ്കോഴ്സ് അത്രയും സന്തോഷമുണ്ട് നിങ്ങളുടെ അടുത്ത്. കാരണം ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട്. മോസ്റ്റ്ലി ഓൺലൈൻ ക്ലാസ്സസ് ഒക്കെയാണ് വരുന്നത്. കാരണം എന്ന് വെച്ചാൽ നമുക്കറിയാം സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും പല സ്ഥലത്തു നിന്നുള്ളവരാണ്. അതുകൊണ്ട് ഓൺലൈൻ ക്ലാസ്സാണ്. പക്ഷെ എല്ലാവരും ഇങ്ങോട്ടേക്ക് വരൂ, ഓഫ്ലൈൻ വരൂ, പനമ്പള്ളിയിലേക്ക് വരൂ, നമുക്ക് കാണാം, നമുക്ക് മീറ്റ് ചെയ്യാം, നമുക്ക് ഒരുമിച്ച് റീൽസൊക്കെ എടുക്കാം. അതുകൊണ്ട് എല്ലാവരും ഇങ്ങോട്ടേക്ക് വരാം കേട്ടോ, സ്റ്റുഡിയോയിലേക്ക് വരാം. നിങ്ങളെല്ലാവരും ഞാൻ ക്ഷണിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇങ്ങോട്ട് വരാം. എപ്പോഴാണെന്ന് പറയും, ഇതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് നിങ്ങൾ കാണിക്കാൻ പറ്റുന്ന ഒരു രൂപത്തിലേക്ക് എത്തുമ്പോൾ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ ഇതൊക്കെ കഴിഞ്ഞിട്ട് അവസാനത്തെ ഒരു കോലാവുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പം നമുക്ക് നാളെ ഇനാഗുറേഷന് കാണാം. Guys, welcome back to my channel, Vrinda Arjun. അപ്പോൾ
ഇന്ന് ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഇനാഗുറേഷൻ ഡേ ആണ്. അപ്പോൾ വളരെ ക്ലോസ് ഫ്രണ്ട്സും ഫാമിലി റിലേറ്റീവ്സും മാത്രമേ ഇന്നത്തെ ഈ ചടങ്ങിനുള്ളൂ. സോ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരാണ് നിൽക്കുന്നത്. കുറച്ച് പേര് വന്നിട്ടില്ല, കൃത്യനിഷ്ഠയില്ലാത്ത കുറച്ച് ഫ്രണ്ട്സ് വന്നിട്ടില്ല. ഗൈസ്, റിലേറ്റീവ്സ് എല്ലാവരും വന്നിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? എൻ്റെ ഈ ഒരു കടന്നു വരും സംസാരിക്കും. ഗൈസ്, കാർത്തു അറിയാം എല്ലാവർക്കും. ഒന്നും പറയുമ്പോ സംസാരിക്കും. ഓക്കെ ഗൈസ്, എല്ലാരും ഒന്ന് സൈലന്റ് ആയിരിക്കും. എടാ മിണ്ടായിരടാ. അതെ, കാർത്തി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടാവും. ഒന്നും മിണ്ടാതിരിക്കും. കാർത്തിക അദ്വൈത്, അവളെന്റെ ചെറുപ്പം മുതലുള്ള ഫ്രണ്ടാണ്. സോ അവൾക്ക് എന്റെ ജേർണി പണ്ട് മുതലേ അറിയാം. അപ്പൊ കാർത്തി, ഞാൻ ആദ്യമായിട്ട് തുടങ്ങിയ ഈ ഒരു പ്രസ്ഥാനത്തെ കുറിച്ച് നിനക്ക് എന്താണ് പറയാനുള്ളത്? വളരെ സന്തോഷം. കണ്ടിട്ടോട്ട് സന്തോഷമില്ലാത്തോണ്ട് പറഞ്ഞോ. വൃന്ദയുടെ ചെറുപ്പം മുതലുള്ള ആഗ്രഹമായിരുന്നു. അപ്പൊ ഇന്നത് സാധ്യമായത് ഒന്നുമില്ല. മലയാളം ഭയങ്കര ഹാപ്പിയാണ്. വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്തോണ്ട് എന്ത് പറയാനാ, കൂട്ടുകാരായി പോയില്ല. ഓക്കെ ഗൈസ്, വരൂ, അടുത്താൾ വരൂ. അശ്വതി, നിനക്ക് പറയാനുണ്ടോ എന്തെങ്കിലും? എന്ത് പറയാനുണ്ട്? ഇവളും എൻ്റെ വൺ ഓഫ് ദി ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആണ്. എന്താണ് പറയാനുള്ളത്? വൃന്ദയുടെ ഏറ്റവും ചെറുപ്പത്തിലുള്ള ഒരു ആഗ്രഹമായിരുന്നു. കോപ്പി അടിക്കാൻ പാടില്ല, ഇതിലെങ്കിലും കോപ്പി അടിക്കാൻ പാടില്ല. ആഗ്രഹമല്ലേ? അപ്പൊ അത് സഫലമായി. രാമു വൃന്ദയും തമ്മിലുള്ള ആ ഒരു സ്നേഹം ഇവൻ ശരിക്കും ഇതിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ശരിക്കും രാമു ഇവളുടെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഇവർക്ക് ഇത്രയും ഇതൊന്നും സെറ്റ് ചെയ്യാൻ പറ്റൂല. അവൻ നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവളും അപ്പൊ എന്താ പറയാ, നല്ല സന്തോഷമുണ്ട്. അവള് ഭയങ്കര ഹാപ്പിയാണ്. ആർക്കെങ്കിലും ഇനി പറയൂ, ഇവള് വിളിച്ചാലും വരൂല, ഒരു സമയത്ത് കറക്റ്റ് ആയിട്ട് എത്തൂല, എന്നിട്ടൊരു എന്റെ ഫ്രണ്ടാണ്. പറയൂ, എന്താണ് നിനക്ക് പറയാൻ? എനിക്ക് ഭയങ്കര ജോലി തിരക്കും കാര്യങ്ങളൊക്കെ ഇതുകൊണ്ടിരിക്കും. ഇന്ന് ഇവർക്ക് വേണ്ടിയാലും ലീവ് എടുത്ത് വന്നേക്കണം. ലീവ് എടുത്ത് നീ? ആ, വലിയ കാര്യം. അപ്പൊ ഇവർക്ക് വേണ്ടി ലീവ് എടുത്ത് വന്നേക്കണം. ഇവളുടെ ഒരു ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കാര്യമല്ലേ. അപ്പൊ ഞങ്ങളില്ലാതെ എന്താ ആഘോഷം? ഓക്കെ, താങ്ക് യു. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഓക്കെ, ജീവ ഇപ്പൊ എല്ലാവർക്കും നന്നായിട്ട് അറിയുന്നുണ്ടാവും ജീവനെ കുറിച്ച്. അപ്പോ വെരി ന്യൂ ഫ്രണ്ട് ടു മീ, ബട്ട് ഓൾവേസ് ഇൻ മൈ ഹാർട്ട്. പിന്നെ എന്തൊക്കെയോ നീ പറയാൻ പറഞ്ഞല്ലോ എന്നോട്, മറന്നുപോയി. പറ, എന്താണ് നിനക്ക് ഈ ഒരു സ്ഥാപനത്തെ കുറിച്ച്, അല്ലെങ്കിൽ നമുക്ക് നിനക്ക് അറിയാം ഈ ഒരു ജേർണി എന്നുള്ളത്. അപ്പൊ നിനക്ക് എന്താണ് പറയാനുള്ളത്? സന്തോഷമുണ്ട്. അവളുടെ കുറെ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു. അപ്പോൾ അത് കണ്ടതിൽ വളരെ സന്തോഷം. ഈ ഒരു പ്രായത്തിൽ നീ ഇത് എടുത്തു. കാരണം നമ്മളൊക്കെ കളിച്ചെടുക്കുന്ന ടൈമിൽ നീ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്തു. സോ ഐ എം പ്രൗഡ് ഓഫ് യു. താങ്ക് യു ഗൈസ്, താങ്ക് യു. ഇനി ആർക്കെങ്കിലും എന്നെ കുറിച്ച് രണ്ട് വാക്ക് പൊക്കി പറയാനുണ്ടെങ്കിൽ ഇപ്പൊ വരേണ്ടതാണ്. ഇതെന്റെ ചിറ്റയാണ് ഗൈസ്. എൻ്റെ ജേർണിയിൽ വലിയൊരു പ്രാധാന്യമുള്ള ആളാണ്. ബിക്കോസ് ഞാൻ ചെറുപ്പത്തിൽ ഡാൻസ് കളിക്കുമ്പോൾ ചിറ്റ എന്നെ ഏറ്റവും കൂടുതൽ എൻകറേജ് ചെയ്തിട്ടുള്ള ഒരാളാണ്. സോ ചിറ്റ പറഞ്ഞോ. ഞങ്ങളുടെ ഫാമിലിയിൽ ഡാൻസ് ഭയങ്കര ക്രേസാണ് എല്ലാവർക്കും. എല്ലാവരും ഡാൻസ് കളിക്കും. അങ്ങനെ ഇവളും അതൊക്കെ കണ്ടാ വളർന്നത്. അങ്ങനെ ഇവളിപ്പോൾ ഏറ്റവും നല്ലൊരു നിലയിൽ എത്തിയിട്ടുണ്ട്. ഇപ്പം വളരെ ഹാപ്പിയാണ് ഞാൻ. ഇത്രയും നല്ലൊരു ഫ്ലോർ ഓപ്പൺ ചെയ്യാൻ പറ്റിയതിലൊക്കെ വളരെ ഹാപ്പിയാണ്. ഇനി നല്ല നിലയിൽ വളർന്നു വരട്ടെ എന്ന് ഞാൻ. താങ്ക് യു.
സോ എൻ്റെ ഫാമിലി ആക്ച്വലി എൻ്റെ വലിയൊരു സപ്പോർട്ടാണ്. എല്ലാവരും വളരെ കൂടുതൽ നമ്മുടെ എല്ലാ ചെറിയ കാര്യത്തിന് പോലും എല്ലാവരും ഗ്യാദർ ചെയ്യുന്ന ഒരു ഫാമിലി കൂടെയാണ്. സോ ഇവിടെ വന്ന എല്ലാവരോടും ഒരുപാട് 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 താങ്ക്സ്. നമുക്ക് രാമൂട്ടിനോട് വല്ലതും. രാമൂട്ടാ, ഇത് എൻ്റെ കയ്യിലേക്ക് ഇങ്ങനെ കൊണ്ട് തന്നിട്ട് എന്നാ പിടിച്ചോ എന്ന് പറഞ്ഞ ഒരാളാണ്. സോ എന്താണ് പറ ഇത് തന്നപ്പോ കുറെ കാര്യങ്ങൾ കുത്തിയിരുന്ന് സംസാരിച്ചാണ്. സോ പറ, എന്താണ് പറയാനുള്ളത്? നമ്മുടെ വളരെയധികം നന്ദിയും വരുമാനമുണ്ട്. ഓക്കെ, തള്ളാന്നും പറ്റില്ല ഇപ്പോൾ. എന്നാ എല്ലാരും പോയിട്ട് തള്ളാം. എല്ലാവർക്കും പോയിട്ട് തള്ളാം. ആൾക്കാരുള്ളതുകൊണ്ട് രാമൂടെ തള്ളാൻ പറ്റുന്നില്ല. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഗായ്സ്. ഏറ്റവും കൂടുതൽ താങ്ക്സ് പറയണത് നിങ്ങൾ സബ്സ്ക്രൈബേഴ്സിനോടാണ്. ബിക്കോസ് നിങ്ങളുടെ ഇല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. സോ താങ്ക് യു സോ മച്ച് മൈ സബ്സ്ക്രൈബേഴ്സ്. അപ്പൊ എല്ലാരും വേഗം വേഗം സബ്സ്ക്രൈബ് ചെയ്തിട്ട് 1 million ആക്കുക. താങ്ക് യു. ഹായ്, സൈലന്റ് ആയി. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അമ്മയുടെയും എൻ്റെയും രാമൂടിൻ്റെയും അച്ഛൻ്റെയും ക്ഷണത്തിൽ വന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ എൻ്റെ ആദ്യത്തെ ഒരു എന്താ പറയാ സംരംഭമാണ്. അച്ഛൻ പറഞ്ഞ ഡയലോഗ് അല്ലോ, ഞാൻ കണ്ടു പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആദ്യത്തെ സംരംഭമാണ്. ആൻഡ് ഇത് എനിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം തന്നത് എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവാണ്. താങ്ക് യു സോ മച്ച് രാമൂട്ട. അപ്പം എൻ്റെ ചെറുപ്പം മുതലുള്ളൊരു ആഗ്രഹമാണ് സ്വന്തമായിട്ടൊരു ഡാൻസ് സ്റ്റുഡിയോ. എന്നെ ക്ലോസ് ആയിട്ടുള്ള എല്ലാവർക്കും തന്നെ അറിയുന്നുണ്ടാവും. ഡാൻസ് പഠിപ്പിക്കുക അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങുക എന്നുള്ളതാണ് ചെറുപ്പകാലം മുതൽ ഉള്ളൊരു സ്വപ്നം. അതെൻ്റെ ചെറുപ്പകാലത്തെ കൂട്ടുകാരായ വർഷയും കാർത്തിക് നന്നായിട്ട് അറിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് ഈ അശ്വതി ആ സമയത്ത് ടോണിയങ്കയിൽ പഠിക്കുമായിരുന്നു. അപ്പോൾ അത് ഈ ഒരു ഞാൻ ഇവിടെ പറയട്ടെ പ്ലീസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഏജിൽ അത് അച്ചീവ് ചെയ്യാൻ പറ്റിയത് അതും എൻ്റെ ഫാമിലിയുടെ സപ്പോർട്ട് കൊണ്ട് അത് കിട്ടിയതിന് ഒരുപാട് താങ്ക്സ്. ബിക്കോസ് ഈ ഒരു വർഷത്തിനുള്ളിൽ അത് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്നാ പിടിച്ചോ എന്ന് പറഞ്ഞത് കൈ കൊണ്ട് വെച്ച് തരുമെന്ന് ഒട്ടും പ്രതീക്ഷയില്ല. അതിൽ എൻ്റെ അച്ഛനോടും അമ്മേനോടും ചേട്ടായിനോടും രാമൂട്ടിനോടും ഒരുപാട് നന്ദി. ആൻഡ് ഈ ഒരു പേര് ഇത് എൻ്റെ എന്നെ അറിയുന്നവർക്കറിയാം, എനിക്ക് അത്രയും ആഗ്രഹത്തോടെ ഇട്ടൊരു പേരാണിത്. എപ്പോഴെങ്കിലും ഒരു ഡാൻസ് സ്റ്റുഡിയോ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഈ പേരിൽ തുടങ്ങുള്ളൂ എന്നുള്ളത് ഒരു വാശിയായിരുന്നു. അപ്പോൾ രാമൂട്ടിന് എനിക്ക് തോന്നുന്ന ഒരു പേരിന് വേണ്ടി കഷ്ടപ്പെടേണ്ട വന്നിട്ടില്ല. ബിക്കോസ് രാമൂട്ടിന് ഓൾറെഡി അറിയാം അർജുൻ എന്നുള്ള പേരിൽ ഞാൻ തുടങ്ങുമെന്നുള്ളത്. ആൻഡ് ഞാൻ ഏറ്റവും കൂടുതൽ ഈ നിമിഷത്തിൽ ഞാൻ മിസ് ചെയ്യുന്നതും എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നതും എൻ്റെ ചേട്ടനാണ്, എൻ്റെ ചേട്ടായിയാണ്. ചേട്ടായി എൻ്റെ കൂടെ തന്നെ ഉണ്ടെന്ന് എനിക്ക് അറിയാം. എൻ്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. അപ്പോൾ ഞാൻ മിസ് ചെയ്യുന്നില്ല. കാരണം എൻ്റെ കൂടെ ഉള്ള ആളെ ഞാൻ ഒരിക്കലും മിസ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ചേട്ടായുടെ ഒരു അനുഗ്രഹം എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. സോ താങ്ക്സ് ടു ചേട്ടായി. അയ്യോ, ഞാൻ ഇനി പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഈ കത്തിക്കൽ തീരും. ഇമോഷണലായി പോയിട്ട് എല്ലാവരും എൻ്റെ മേക്കപ്പ് പോകും. കഷ്ടപ്പെട്ട് അമ്മയുടെ തെറിയിട്ട് വേഗം തന്നെ മേക്കപ്പ് ചെയ്തതാണ്, അതുകൊണ്ട് അതൊക്കെ പോകും. ഇതിന്റെ അമ്മയുടെ തിരുവാതിര ടീം ഫ്രണ്ട്സ് ആണ്. അപ്പൊ നമ്മുടെ ഈ ഒരു ആർട്ട് സ്റ്റുഡിയോ ആയിട്ട് ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട് കിടക്കുന്ന ആൾക്കാരും കൂടെയാണ് കേട്ടോ. അപ്പോൾ ആന്റി ആർക്കെങ്കിലും 2 വാക്ക്. ഭാവന ചിറ്റയ്ക്ക് എന്നെ നമ്മുടെ വർഷയുടെ ചിറ്റയാണ് കേട്ടോ ഭാവന ചിറ്റ. അപ്പോൾ നമുക്ക് അത്രയും ക്ലോസ് ആയിട്ടുള്ളവരാണ് ഇവരെല്ലാവരും. അപ്പൊ നമുക്ക് ഇവർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കാം. വൃന്ദേനെ ഞാൻ ചെറിയ പ്രായം മുതൽ അറിയണതാണ്. എൻ്റെ മോളുടെ കൂടെ ആദ്യമായിട്ട് ഇവരെല്ലാവരും ഭരതനാട്യത്തിന് ദക്ഷിണ വെച്ച കാലം തൊട്ട് ഞാൻ അറിയണതാണ്. ഈ ഒരു സംരംഭം തുടങ്ങിയതിന് എല്ലാവിധ അനുഗ്രഹങ്ങളും ഭഗവാന്റെ ഭാഗത്തുനിന്നുണ്ടാവണമെന്ന് ഞങ്ങളെല്ലാവരും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. സോ ഗൈസ്, അപ്പോൾ
നമ്മൾ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇന്റീരിയർ ഡിസൈനറായ മഞ്ജു ആക്ച്വലി JVM ആർക്കിടെക്റ്റിൽ നിന്നിട്ടാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളിനി എന്ത് ചെയ്യും, നമ്മളിനി നമ്മുടെ ഐഡിയാസ് ഒക്കെ കുത്തിക്കയറ്റാം എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ നിൽക്കുമ്പോഴാണ് കറക്റ്റ് നമ്മുടെ മഞ്ജു നമുക്ക് ടെക്സ്റ്റ് ചെയ്യുന്നത്. നമ്മൾക്ക് ഒന്നും നമ്മളിങ്ങനെ ബ്ലാങ്ക് ആയിട്ടിരിക്കുന്ന സമയത്ത് കറക്റ്റ് ടൈമിൽ മഞ്ജു എത്തിയതുകൊണ്ട് നമുക്ക് കുറേ ഐഡിയാസ് കിട്ടി. ആൻഡ് മഞ്ജു നമുക്കൊരു പ്ലാനും ഇപ്പോൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് നമുക്ക് ഇനി വർക്ക്ഔട്ട് ചെയ്യണം. സോ മഞ്ജു എന്താ പറയാനുള്ളത്? ഐ മീൻ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാണ്ടാണ് ഈ സ്ഥാനത്ത് ഒന്ന് പെട്ടത്. ഞാൻ ജസ്റ്റ് പെട്ടുപോയി എന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ? അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഞാൻ ഈ കാര്യത്തിൽ ഈ പ്രൊജക്റ്റിലേക്ക് ഓൺ ആവുന്നത് വളരെ ഒട്ടും പ്രതീക്ഷിക്കാണ്ട. ഞാൻ ജസ്റ്റ് ഇവരിങ്ങനെ ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്ത് കണ്ടപ്പോൾ അത് ചേരാൻ വേണ്ടിയാണ് ഞാൻ ആദ്യം മെസ്സേജ് അയക്കാൻ വേണ്ടി ഇരുന്നത്. പിന്നെ വൃന്ദയ്ക്ക് അയച്ച കാണാത്തതുകൊണ്ട് മാത്രം ഞാൻ രാമൂട്ടന് മെസ്സേജ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ചോദിച്ചു, നിങ്ങളിങ്ങനെ ഡിസൈനേഴ്സ് നോക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്നെ ഒന്ന് കൺസിഡർ ചെയ്യണമെന്ന് മാത്രമേ മെസ്സേജ് അയച്ചുള്ളൂ. പക്ഷെ കറക്റ്റായിട്ട് ഇവരെന്നോട് നിങ്ങൾ നേരിട്ട് സംസാരിക്കാൻ ഭയങ്കര വെൽക്കമിങ് രണ്ടുപേരും. കാരണം എനിക്ക് ഇവർ രണ്ടുപേരെയും പേഴ്സണലി അറിയാമല്ലോ, ഫുൾ ടൈം ഞാൻ വ്ളോഗ് കാണുന്നതാണല്ലോ. പക്ഷെ ഇവർക്കാണല്ലോ എന്നെ അറിയാത്ത. പക്ഷേ എനിക്കത് തോന്നിയില്ല. ജസ്റ്റ് ഫ്രണ്ട്സിൻ്റെ കൂടെ വന്ന് ചെയ്യുന്ന പോലെ തോന്നിയുള്ളൂ. എനിക്ക് കുറച്ചും കൂടി തോന്നിയത് വന്നപ്പോൾ വൃന്ദയെക്കാളും കൂടുതൽ എക്സൈറ്റ്മെൻറ്റും ഈ സാധനം എന്ത് ചെയ്യണമെന്ന് ഐഡിയ കൂടുതൽ രാമൂട്ടനായിരുന്നു. എന്നെ കുറിച്ച് പറയണമെങ്കിൽ ഭയങ്കര ജാടയാണെന്നാണ് കഴിച്ച് പറഞ്ഞത്. അത് വേറൊന്നും കൊണ്ടല്ല, നമ്മള് ക്യാമറ ഓൺ ആകുമ്പോൾ പെട്ടെന്ന് ചാടുന്ന പോലെയല്ല. നമുക്ക് ആദ്യമായിട്ട് കാണുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അത് സോറി മഞ്ജു, അങ്ങനെ ഉദ്ദേശിച്ചില്ല. കാരണം വൃന്ദയുടെ ഒരു സംഭവത്തിലാണ് നമ്മൾ വരുന്നത്. അപ്പം വൃന്ദയാണ് ഡാൻസർ. അപ്പോൾ അവളുടെ കോൺസെപ്റ്റ് എന്താണെന്ന് അറിയാനാണ് ഞാൻ ഫസ്റ്റ് മീറ്റ് ചെയ്യാൻ വരുന്നത്. പക്ഷേ വൃന്ദ ഒന്നും ഇണ്ടാതെ ഇങ്ങനെ നടക്കുമല്ലോ അല്ലേ. ഞാനങ്ങനെ എന്ത് കൊടുത്താൽ മതി എന്നാണ് എൻ്റെ ഒരു വിചാരം. കാരണം ഫുൾ രാമൂട്ടനാണ് പ്ലാൻ ചെയ്യുന്നത്. ഇവിടെ എല്ലാ കാര്യത്തിലും ഇപ്പോഴും രാമൂട്ടനാണ് ഫുള്ള്. മഞ്ജുവിൻ്റെ കൂടെ ഞാനിങ്ങനെ വെറുതെ അവരുടെ രണ്ടുപേരും നടക്ക് ഓക്കെ അപ്പോൾ നിങ്ങൾ തീരുമാനിച്ചോളൂ എന്നുള്ളൊരു മൂഡാണ്. പക്ഷെ നമുക്ക് നല്ല അടിപൊളി ഡിസൈനൊക്കെ തന്നിട്ടുണ്ട് ആള്. നമ്മൾ എക്സിക്യൂട്ടീവ് അങ്ങനെ വരുന്നുള്ള സംഭവം അറിയില്ല. മാക്സിമം നോക്കുന്നുണ്ട്. വന്നപ്പോൾ വൃന്ദയ്ക്ക് ഒരു കോൺസെപ്റ്റ് ഉണ്ടായി. 2 ദിവസം കഴിഞ്ഞ് വൃന്ദ ഓക്കെ ആയപ്പോൾ വൃന്ദ ഫുൾ പറഞ്ഞു എനിക്ക് ഇങ്ങനെയാണ് വേണ്ടത്, എനിക്കിതാണ് വേണ്ടത്. ഫസ്റ്റ് ദിവസം വന്നപ്പോൾ വൃന്ദ ഇങ്ങനെ നടക്കുമല്ലോ അല്ലേ, നിങ്ങൾ സംസാരിച്ചു ഞാനിങ്ങനെയാണ് കേട്ടോ. അതെ, എനിക്ക് ഡേറ്റ്സിൻ്റെ ഒരു പേടി ഉണ്ടായിരുന്നു. കാരണം നമുക്ക് ആ ഡേറ്റിനുള്ളിൽ തീരുമോ അങ്ങനെയുള്ളത്. പക്ഷെ അപ്പം നമ്മൾ വിചാരിച്ചു ഇനാഗ്രേറ്റ് ചെയ്ത് വെക്കാം, അതിനുശേഷം നമുക്ക് സമയം എടുത്ത് തന്നെ വർക്ക് ചെയ്യാം എന്ന് വിചാരിച്ചു. ഡാൻസ് ഫ്ലോർ മാത്രമേ ഡിസൈൻ ചെയ്തിട്ടുള്ളൂ. ബാക്കി ഇവരുടെ കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് നമ്മൾ പതുക്കെ എല്ലാ ഏരിയ ഫുൾ കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. എന്നിട്ട് എല്ലാവർക്കും നമ്മൾ സ്റ്റുഡിയോ ടൂറും കാണിക്കുന്നതാണ്. തീർച്ചയായും മഞ്ജുവിന്റെ നേതൃത്വത്തിൽ തന്നെ നമ്മൾ കാണിക്കുകയാണ്. ഇനി കൊളാണെങ്കിൽ നമുക്ക് ആളെ കൈ തന്നെ ഉണ്ടല്ലോ ഗൈസ്. അതുകൊണ്ട് കൊളാണെങ്കിൽ സംഭവം കട്ട് ചെയ്ത് കേട്ടോ. ശരിയാണ്, താങ്ക് യു. ഒരിക്കലും കൊള്ളാവില്ല. ബിക്കോസ് ഞങ്ങൾ അത് ഓൾറെഡി അത് നമ്മൾ അപ്രൂവ് ചെയ്ത് നമ്മൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഡിസൈനാണ് നമുക്ക് കണ്ടറിയാം അല്ലേ. ഓക്കെ, സോ താങ്ക് യു ഗൈസ്. താങ്ക് യു മഞ്ജു. ആദ്യത്തെ ക്ലാസ്. അപ്പൊ ഗൈസ് നമുക്കൊന്ന് റീല് ഷൂട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ ഞാൻ നമ്മുടെ പിള്ളേരെ കൊണ്ട് ഞാൻ നമ്മുടെ തൊഴുത് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഗൈസ്. വരും, എല്ലാവരും കയറിയിരിക്കും. ഇതാരും എൻ്റെ സ്റ്റുഡൻസ് അല്ല, അതുകൊണ്ട് നല്ല ആട്ട് കേൾക്കും എനിക്ക് ഇടക്ക്. എന്നാലും ആ സൺലീസാണ്. നിക്കൂ എല്ലാവരും തൊഴുതേ നോക്കട്ടെ. നിക്കടാ, നീയൊക്കെ ഡാൻസർ അല്ലേ? നിക്കടാ, നീ ഡാൻസ് കളിച്ചില്ലല്ലോ, എന്നാലും നീ പഠിക്കമ്പാ, നല്ല ഗുരുവാ. ജസ്റ്റ് നമുക്ക് ഇങ്ങനെ തുടങ്ങാം. 2, 1 ഗോ. ഭഗവാനെ, ഇനി ഗല 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 ഗലാട്ട ഗലാട്ട ഗലാട്ട. അപ്പൊ ഗൈസ്, നിങ്ങൾ ഇനാഗ്രേഷൻ എല്ലാം കണ്ടെന്ന് വിചാരിക്കുന്നു. സോ നമ്മുടെ ഇന്റീരിയർ എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്തായാലും ഒരു ഫംഗ്ഷൻ അല്ല രാമുട്ട നടത്തുന്നതായിരിക്കും. നമ്മുടെ സ്റ്റുഡിയോ ലോഞ്ച് പാർട്ടി. യെസ്, അത് നമ്മൾ നടത്തുന്നതായിരിക്കും. അതിൽ നമ്മൾ എല്ലാവരും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ നമ്മൾ ക്ഷണിക്കുന്നതായിരിക്കും അല്ലേ? ആ ഒരു ഡയലോഗ് മാത്രമേ പഠിച്ചു വെച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അതെ എന്ന് പറയുന്നുണ്ട് ഗൈസ്. അപ്പോ ഇതൊക്കെയാണ് ഇവിടെ വിശേഷം. ഇനി നമുക്ക് മറ്റേ പറയില്ല ഒരു ഡയലോഗ് ഇല്ലെന്ന്. എന്താണ്?
നിക്ക് ഞാൻ പറയട്ടെ. അപ്പൊ നമ്മുടെ എല്ലാവരും വന്ന് ചേരുക, ചാനൽ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ നമ്മുടെ സ്റ്റുഡിയോയും സപ്പോർട്ട് ചെയ്യുക. അല്ല രാമൂട്ട, നിന്നെ കാണുന്നേ ഇല്ല അല്ല, എന്തെങ്കിലും പറ. സമ്മാനം ഗിഫ്റ്റ് എന്നാണ്, നിനക്കൊന്നും പറയാനില്ലേ? തന്നോടുകൂടി ഞാൻ പറച്ചിൽ നിർത്തി. ഇനിയില്ല. അതെ, ഓക്കെ. അപ്പോ എന്താ രാമൂട്ട പറയാ? അപ്പൊ എല്ലാരും സപ്പോർട്ട് എന്റെ കൈവേന എടുക്കുന്നുണ്ട്. ബൈ.